ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം തുടരുന്നു. ശ്രീവേദവ്യാസമുനിചമച്ച പുരാണത്തിൽ ശ്രീ മഹാഭാഗവതം തന്നിലോ പരമാർത്ഥം സത്യജ്ഞാനാനന്ദ ആനന്ദ അദ്വയ അമൃതപൂർണം സച്ചിത് ബ്രഹ്മാഗ്യം പരമാനന്ദം ഉപാസിച്ചേൻ. ഈശനും പ്രപഞ്ചവും ഏകം എന്നുറച്ചു ഞാൻ. ഈശനേ ദേശികൻ എന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശികപാദ പത്മം എന്നുള്ളിലുറപ്പിച്ചേൻ. ദേശികാജ്ഞയാം പരമാനന്ദ സമന്വിതം ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേനും. അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങളൊന്നുമേ കാൺമാനില്ല ഞാനൊഴിഞ്ഞൊരേടത്തും എന്നതിന് ഉപദേശ സാധനം ഇതു തന്നെ. നന്നായി കേട്ടുകൊള്ളുവിൻ മറ്റൊന്നും നിനയാത്തേ. നൈമിഷവനത്തിലെ വിഷ്ണു ക്ഷേത്രത്തിങ്കലം മുനിവരന്മാരാം ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തെ തുടങ്ങിനാർ. സദ്ഗതി വരുവാനും ഹേതുവാം അതു തന്നെ. ആയിരത്താണ്ടുകൂടി കഴിഞ്ഞുകൂടുന്നതങ്ങാരും ഉപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതു വേദവ്യാസ ശിഷ്യനായുള്ള സൂതൻ നന്നായി സത്കാരം ചെയ്തിരുത്തി മുനികളും. പുണ്യവാനായ ഭവാൻ വന്നതു നന്നായി വന്നു. ധന്യന്മാരെന്നു വന്നു ഞങ്ങളും അതിനാലേ. ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലമായ ഭവാനൊക്കവേ പാഠമല്ലോ. വേദാന്ത പൊരുളറിഞ്ഞീടിന മുനികളും വേദവേദാന്തവിത്താം വേദവ്യാസനും മുന്നം സാദരമരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ച നീ മുതേന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരനുഗ്രഹം. സ്നേഹമിത്രയും ഭാരമുള്ള ശിഷ്യനു ഗുഹ്യമായതും ഉപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ. ചേതസ്സിനിന്റെ സ്നേഹം വേദവ്യാസനുഭാരം വസന ശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാൽ അകയാൽ സാരമായ മോക്ഷസാധനമെന്തോന്നായതു തവ അതിനിശ്ചയം പറകടോ. ഇക്കലിയുഗത്തിങ്കൽ മാനുഷപരീക്ഷകൾ ദുഃഖിതന്മാരായുള്ളു നിത്യോപദ്രവങ്ങളാൽ. അല്പായുസ്സുകളുമായി അല്പബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുള്ളൂ നൂനം. കേൾക്കേണ്ടത് അസംഖ്യമായുണ്ടു അവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്ന് വന്നു കൂടും. ഓം നമോ ഭഗവതേ വാസുദേവായ.